മശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് പുറപ്പാട് പുസ്തകം 33 അധ്യായം 14 വാക്യം. എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. വളരെ മനോഹരമായ ഒരു വാഗ്ദത്തമാണിത്. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിക്കുവാൻ ഭാരപ്പെട്ട മോശയ്ക്ക് ദൈവം നൽകിയ ഉറപ്പാണിത്. ജീവിതയാത്രയിൽ തളർന്നു നിൽക്കുന്ന നമുക്കും ഇതേ ഉറപ്പാണ് ദൈവം ഇന്ന് നൽകുന്നത്. അതെ, ഒറ്റയ്ക്കല്ല എന്ന ഉറപ്പ്. നാം പോകുന്ന വഴികളിൽ നാം ഒറ്റയ്ക്കല്ല. നാം കാണുന്നതിനേക്കാൾ വ്യക്തമായി നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നിന്നോട് കൂടെ പോരുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ ചുവടിലും അവന്റെ കരുതൽ ഉണ്ടാകുമെന്നാണ് അർത്ഥം. ലോകം നൽകുന്ന സമാധാനമല്ല ദൈവം നൽകുന്നത്. ചുറ്റും പ്രശ്നങ്ങളും തിരക്കുകളും ഉണ്ടാകുമ്പോഴും ഹൃദയത്തിനുള്ളിൽ ലഭിക്കുന്ന ആഴമായ സമാധാനമാണ് ദൈവിക സ്വസ്ഥത. ഒരിക്കൽ ഒരു രാജാവ് സമാധാനം എന്ന വിഷയത്തിൽ ഏറ്റവും നല്ല ചിത്രം വരയ്ക്കുന്നവർക്ക് വലിയൊരു സമ്മാനം പ്രഖ്യാപിച്ചു. പല ചിത്രകാരന്മാരും മനോഹരമായ ചിത്രങ്ങൾ വരച്ചു. അതിൽ 2 ചിത്രങ്ങളാണ് രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒന്നാമത്തെ ചിത്രം ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ, അതിനു ചുറ്റും മനോഹരമായ മലനിരകൾ, തെളിഞ്ഞ ആകാശം. അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും വലിയ സമാധാനം തോന്നി. രണ്ടാമത്തെ ചിത്രമാകട്ടെ ഭയങ്കരമായ ഇടിയും മിന്നലുമുള്ള ഒരു കൊടുങ്കാറ്റിന്റെ ദൃശ്യമായിരുന്നു. കറുത്തിരുണ്ട ആകാശവും മലഞ്ചെരുവിൽ ആഞ്ഞടിക്കുന്ന കാറ്റും. എന്നാൽ ആ ചിത്രത്തിന്റെ ഒരു മൂലയിൽ ഒരു പാറയിടക്കിലെ ചെറിയൊരു ചെടിയുടെ കൊമ്പിൽ ഒരു പക്ഷി അതിന്റെ കൂട്ടിൽ വളരെ ശാന്തമായി ഉറങ്ങുന്നുണ്ടായിരുന്നു. പുറത്തെ കൊടുങ്കാറ്റൊന്നും ആ പക്ഷിയെ ബാധിക്കുന്നതേയില്ല. രാജാവ് രണ്ടാമത്തെ ചിത്രമാണ് തെരഞ്ഞെടുത്തത്. അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥ സമാധാനം എന്നത് പ്രശ്നങ്ങളോ ബഹളങ്ങളോ ഇല്ലാത്ത ഒരിടത്തിരിക്കുക എന്നതല്ല, മറിച്ച് സകല പ്രശ്നങ്ങളുടെയും നടുവിൽ നിൽക്കുമ്പോഴും ഹൃദയത്തിൽ അനുഭവിക്കുന്ന ശാന്തതയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും കൊടുങ്കാറ്റുകൾ ഉണ്ടായേക്കാം. എന്നാൽ ദൈവ സാന്നിധ്യം കൂടെയുണ്ടെങ്കിൽ ആ പക്ഷിയെ പോലെ ശാന്തമായിരിക്കുവാൻ നമുക്ക് കഴിയും. ലോകം നൽകുന്നതിനേക്കാൾ വലിയ സ്വസ്ഥത അവന്റെ സാന്നിധ്യം നമുക്ക് നൽകും. മോശ ദൈവത്തോട് പറഞ്ഞു, അങ്ങയുടെ സാന്നിധ്യം കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകരുതേ എന്ന്. നമ്മുടെ ജീവിതത്തിലും നാം ചോദിക്കേണ്ടത് ഇതാണ്. ദൈവ സാന്നിധ്യം കൂടെയുണ്ടെങ്കിൽ ഏത് മരുഭൂമിയും നമുക്ക് സമാധാനപൂർണ്ണമായി കടന്നു പോകുവാൻ സാധിക്കും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ ഇന്ന് ദാഹിക്കുന്നു. ജീവിതത്തിന്റെ തിരക്കുകളിലും പ്രയാസങ്ങളിലും ഞങ്ങൾ തളർന്നു പോകുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ലോകത്തിന് നൽകാൻ കഴിയാത്ത ആ വലിയ സ്വസ്ഥത ഞങ്ങളുടെ കുടുംബങ്ങളിലും ഹൃദയങ്ങളിലും നിറയ്ക്കണമേ. ഞങ്ങൾ പോകുന്ന വഴികളിലെല്ലാം അങ്ങ് മുമ്പേ പോയി പാതകളെ നേരെയാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. ആമേൻ.